വളരെ കൂടുതൽ ഭക്ഷണം പാകം ചെയ്ത് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പലപ്പോഴും ഈ കാര്യം നാം ഉണർത്തിയിട്ടുള്ളതാണ്. നമ്മൾ തട്ടിക്കളയുന്ന ഭക്ഷണം പിന്നീടൊരിക്കൽ നമ്മൾ തെരഞ്ഞു നടക്കുന്ന ഗതികേട് വന്നേക്കും. അല്ലാഹു തആല നമുക്കെല്ലാം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ. നമ്മളതൊക്കെ ആലോചിക്കണം. എവിടെയും നമ്മൾ ചെലവഴിക്കുമ്പോൾ അനാവശ്യമൊന്നും ചെലവഴിക്കരുത്. ഒരു തീപ്പെട്ടി അതിൽ ഒറ്റ സ്റ്റിക്ക് മാത്രമുള്ള സമയത്ത് നമുക്ക് തീ കത്തിക്കേണ്ടി വന്നാൽ ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എത്ര ജാഗ്രതയോടെ ആയിരിക്കും ആ ഒരു കൊള്ളി ആ മരുന്നിൻ്റെ ഭാഗത്ത് ഉരച്ച് കത്തിക്കുക. വളരെ ശ്രദ്ധിച്ച് അത് കെട്ടുപോകാതെ വേറെ ഒരു കൊള്ളിയില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ തീ പിടിപ്പിക്കണം. ആ സമയത്തുണ്ടാകുന്ന അതേ ഒരു ജാഗ്രതയും മാനസികാവസ്ഥയും തീപ്പെട്ടി നിറയെ കോലുണ്ടാകുന്ന സമയത്തും നമുക്ക് ഉണ്ടാകണം. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവില്ല. പെട്ടിയിൽ നിറയെ സ്റ്റിക്കുണ്ടാകുമ്പോൾ ഒന്നരച്ച് ശ്രദ്ധിക്കില്ല, അതാടി വേറൊന്ന് ചാടി അങ്ങനെ എന്ത് ചെയ്യും? കുറേ ഒരു 5, 6, 7 കൊള്ളി കത്തിച്ചിട്ടാണ് മൂപ്പര് അന്നേരം ആരോട് സംസാരിച്ചുകൊണ്ടല്ലോ അവർക്ക്. കാരണം സാരെ ഇവിടെ കുറേ ഉണ്ടല്ലോ, പെട്ടിയിൽ ഇനി ഒരുപാട് സ്റ്റിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നരച്ച് അത് അശ്രദ്ധമായിട്ട് ഇങ്ങനെ വരച്ച് ആ കത്തിപ്പോയി അത് ചാടി കളഞ്ഞ് വേറെ ഒന്ന് വരച്ച് അങ്ങനെ 5, 6, 7 കൊള്ളിയൊക്കെ എന്ത് ചെയ്യും? ഒരു ചെറിയ തീ പിടിപ്പിക്കാം. തീക്ക് എത്രയായിരുന്നാലും എത്ര കത്തിക്കുന്നതിന് ആ ചെറിയ തീ തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെലവഴിക്കുന്ന സ്ഥലത്ത്. അവനവൻ്റെ സ്രോതസ്സും ആസ്തിയും അനുസരിച്ചു കൊണ്ടാണ് ഓരോരുത്തരും അവരുടെ ചെലവ് നടത്തേണ്ടത്. വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വനസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിനാ, ദാരിദ്ര്യമുള്ള സമയത്തും എന്നല്ല ഐശ്വര്യമുള്ള സമയത്ത് പോലും മിതമായി ചെലവഴിക്കുന്ന ആ ഒരവസ്ഥയെ ഞങ്ങൾക്ക് നൽകണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് തേടുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു.